സൈക്കിൾ പാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ പോകാനാണെന്ന് തോന്നുന്നു. ആ ബ്രിഡ്ജിൻ്റെ അകത്ത് അങ്ങോട്ട് പോയി നോക്കാം. ഇല്ല സോ ഗായ്സ് നമ്മൾ ഹായ് ഹായ് എവരിവൺ എന്തൊക്കെ പറഞ്ഞു. ഹായ് ഗായ്സ്, ഹലോ 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 ഹായ് 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 ഹലോ യാ ഓക്കെ ഹായ്. എന്ത് കളിയുന്ന കേരള പിടി. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എത്ര സ്ട്രേഞ്ചർക്ക് ഹായ് പറഞ്ഞു. എനിക്കൊന്നും എൻ്റെ ടാസ്ക് ഒക്കെ തീർന്നു കേട്ടോ. ഞാൻ ഒരു 100 പേർക്ക് ഹായ് കൊടുത്ത്. കുറേ നാളായി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട്. Oh wow. To buy 50,000 đồng one sabo. 50,000? Yeah, okay. No. Có chu rồi. How much? This? No, we don't have money. Mẹ mày mua đâu rồi? Có Đây 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 đây. Very good. 30. 30. Yeah, okay. Thank you. No. 30,000. 30,000 ആർക്കെങ്കിലും ആണോ? അല്ല, നമുക്ക് അവിടെ വേറെ ഒരു സംഭവം പോകും. അതിൽ മറ്റേ റൗണ്ടുള്ള ഇതുണ്ടല്ലോ, അവിടെ കിട്ടും. അവിടെ നിന്ന് വാങ്ങാം, അതായിരിക്കും നല്ലത്. താങ്ക് യു. നോ Nó là bảo là nó cùng đoàn một cái thằng đấy đâu mà có cuốn đoàn. കൊള്ളാം. അത് കൊള്ളായിരുന്നു. ബ്രിഡ്ജിലാണ് പോകാൻ പോണത്. ഓ ഈ വണ്ടി ഈ ഒരു എന്നാണ് അറിയത്തില്ല, ഒരു പാർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് തോന്നുന്നു. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. സോ പുള്ളിൻ്റെ കൂടെ മാത്രം പോകാം. നമുക്ക് സംസാരിച്ചാലോ പുള്ളിയുടെ അടുത്ത്. In Vietnam, but actually 70% of Vietnamese people we have no religions. Yeah, we just worship for our ancestor spirit. Say that everyone can do Buddha. So in Buddhism there is no God. Yeah? And about the temple, all along the way inside from here, that you can see many flags. Yeah? The flags with 5 colors. We call it the feng shui flags. Whenever you see the flag like this, which means we have at least one temple nearby. And who we worship inside the temple, that we worship for national heroes. Because during 4,000 years of history in Vietnam, that Vietnamese people, we suffered many different wars. Many warriors, many generals, many heroes, they dedicated themselves or they even sacrificed themselves to protect for the land for Vietnamese people. When they did the great thing like that, they passed away. The local people, they built up the temple to worship for their spirit, and it's a way to remember about who we are and where we're from. There's a good tradition in Vietnam. And follow me now. Right now, we get inside the temple this way and see the. ഇവിടെ കുറേ വിയറ്റ്നാമീസ് സ്പിരിറ്റ് കോവിൽ പോലത്തെ ഒരു സെറ്റപ്പാണ്. ബുദ്ധന്മാരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഈ കാണുന്ന ഫ്ലാഗ്, ഈ എവിടെയൊക്കെയാണോ ഈ ഫ്ലാഗ് കാണുന്നത് അവിടെ ഒരു കോവിൽ പോലെ, ഒരു ടെമ്പിൾ പോലെ ഒരു സാധനം കാണുമെന്നാണ് ഇവർ പറയുന്നത്. ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ ഈ ഫ്ലാഗിൽ 5 കളറുണ്ട്. റെഡ്, ഗ്രീൻ, വാട്ടർ, ബ്ലൂ, യെല്ലോ എന്നുള്ളത്. അപ്പം ഇത് എല്ലാത്തിനും ഓരോരോ മീനിങ് ഉണ്ട്. മീനുകൾ ഞാൻ പറയാൻ തരാം. ഇവിടെ ഇപ്പം ഒരു ചെറുതുണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ഡ്രാഗണിന് ഒരു വുമൻസിൻ്റെ കൈയുണ്ട്. അതിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വുമൻസിന് നമുക്ക് നാട്ടിൽ നിന്ന് പറയുമ്പോൾ വുമൻസിനും ബോയ്സിനും രണ്ടുപേരും ഒരേപോലെ കാണുന്നില്ല. ബിക്കോസ് വുമൻസ് വീട്ടു ജോലി കാര്യങ്ങൾ ചെയ്ത് നടക്കണം, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ബോയ്സ് ഇങ്ങനെ പൈസ ഉണ്ടാക്കണം, വീട് വയ്ക്കണം, അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവിടെ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ടുപേർക്കും സെയിം പ്രയോറിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് സെയിം പവറാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. സോ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ അവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ ഇങ്ങനെ റിലീജിയൻ ഒന്നുമില്ല. സോ ഇവിടെ എല്ലാവരും
വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബുദ്ധനാണ് വിശ്വസിക്കുന്നത്. ദൈവമായിട്ടല്ല അവർ കാണുന്നത്, ഒരു സ്പിരിറ്റായിട്ടാണ് അവർ കാണുന്നത്. അതെ, കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കാണാൻ, നമുക്ക് അത് കാണാം. എക്സിറ്റ് എൻട്രി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പോയാൽ വഴി തിരിച്ച് പോകാൻ പറ്റില്ല, ഒറ്റ എൻട്രിയേ ഉള്ളൂ, ഒറ്റ എക്സിറ്റേ ഉള്ളൂ. സോ നമുക്കിനി ഇതുവരെ അകത്ത് കയറാം. വീണ്ടും ആ ഫ്ലാഗ് കണ്ടു. അപ്പോൾ ഈ ഫ്ലാഗിൻ്റെ അവിടെ നമുക്ക് വീണ്ടും ഒരു പ്രതിമ, മീൻസ് എന്തെങ്കിലും കാണും, നമുക്ക് നോക്കാം. ഇവർ ഉണ്ടാക്കിയത് നോക്കാം, ഒരു തടീൻ്റെ നല്ല തണുപ്പുണ്ട് ഇവിടെ. അല്ലേ, ഡെക്കറേഷൻ മീൻസ് കോൾഡ് ഡ്രിങ്ക് ഒക്കെ ഇരിക്കും, കോൾഡ് ഡ്രിങ്ക്, സോപ്പ്, ഫ്ലവർ, ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ഡ്രാഗണിൻ്റെ ഒരു തീമിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഡ്രാഗൺ, എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പാടാം. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാനി. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. സോ ഇത്രയേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. എന്തായാലും വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെ ഇരിക്കാനൊക്കെ. പാറയിലൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കണ്ട് ഇറങ്ങിയതാണ്. ചുറ്റും മലയും അതാണ് ഇവിടെ ഒരു ഡ്രാഗൻ്റെ ഒരു ഇത് കാണുന്നത് വെച്ചാൽ കുറേ ഡ്രാഗൺ മുന്നേ ഇവിടെ വിയറ്റ്നാമീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഫുൾ മഞ്ഞും മൂടിയിരിക്കുകയാണ് ഗൈസ്. മറ്റേ സൈക്കിൾ വെച്ചെടുത്ത ഫോട്ടോ നല്ല ഫോട്ടോസാ. മലേൻ്റെ പാതി മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം മൂടി കിടക്കാം. വായനൊക്കെ പോകണം കൈ എൻ്റെ കുറച്ചും പിടിക്കും. കുറച്ച് അല്ല എനിക്ക് എപ്പോഴും കൊണ്ടുവരും. നമ്മൾ സൈക്കിൾ എടുത്ത് പിന്നെ നമ്മൾ എവിടെ നിന്നാണ് സൈക്കിൾ എടുത്ത് അങ്ങോട്ട് വയ്ക്കണം. ഗൈസ് ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ടൈമായി, പിന്നെ ട്രെയിൻ യാത്രയുണ്ട്. അപ്പം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ട്രെയിൻ മിസ്സാവും. സോ പെട്ടെന്ന് ഇറങ്ങാം. ചുറ്റും വലിയ മലയും കൊള്ളാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ തണുപ്പിപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ വലിയ തണുക്കുന്നില്ല. പക്ഷെ ജാക്കറ്റ് കൂടിയ തണുണ്ടു, കൊള്ളാം. നമുക്ക് വണ്ടി നോക്കിയിട്ട് കയറാം. നമ്മൾ വണ്ടിയിൽ കയറിയതായി, കൊള്ളാം. ഫുഡ് കഴിക്കാം. ഇവിടെ കുറേ വെറൈറ്റി ബൊഫയാണിത്. നമുക്ക് കഴിച്ച് നോക്കാം. ഇത് എന്തായാലും വെജിറ്റബിൾസ് ആയിരിക്കും. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യാം. അത് സലാഡ് കൂടെ കുറച്ചെടുക്കാം. എല്ലാം ട്രൈ ചെയ്യാം, എല്ലാം കുറച്ച് ട്രൈ ചെയ്യാം. കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഇതും കുറച്ചെടുക്കാം. എല്ലാം ട്രൈ ചെയ്യാം അല്ലേ? എന്താ എല്ലാം എടുക്കുന്നുണ്ട് ഞാൻ. ഇത് ടൊമാറ്റോ, അത് വേണ്ട, ഇതെടുക്കാം. ഇനി ഇതെടുക്കാം. വൈറ്റ് എല്ലാം എടുക്കാം. റോസ്റ്റഡ് ചിക്കൻ കുറച്ചെടുക്കാം.
ഗൈസ് ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം ഗൈസ്, നമുക്ക് ഇത് കഴിച്ച് നോക്കാം. ഈ സാധനം ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ടില്ല. ഈ ബുഫേ റിസോർട്ട് ഇപ്പം കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളത് ഈ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഇത് രണ്ടെണ്ണം എടുക്കാം. മൂന്നെണ്ണം എടുത്തു. പോക്കറ്റ് വെച്ചിട്ടുണ്ട്, ആരും അറിയാണ്ട്. കൊള്ളാം. ഇനി നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് കാറിലിറങ്ങാം. നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. നല്ല ആംബിയൻസും നല്ല ഫുഡാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു. ഒരുപാട് ഡിഷസ് ഉണ്ട് കണ്ട ഇവിടെ. കൊള്ളാം. ഒരുപാട് ഡിഷസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വാ, താഴത്ത് പോവാം. നമുക്കിനി ബസ് കയറാം. ഹായ്. സോ ഇതാണ് നമ്മുടെ ബസ്. സോ നമുക്കിനി ബസ് കയറാം.